അക്ഷരങ്ങൾ ബോൾഡ് ആക്കണമെങ്കിൽ പ്രോപ്പർട്ടി ബാറിൽ ബോൾഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിന് എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, സെലക്ഷൻ ടൂൾ എടുക്കുന്നു. അനുയോജ്യമായ നിറം കൊടുക്കുന്നു. സൂം ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുവാനായി രണ്ട് രൂപങ്ങളെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ കീ ഉപയോഗിച്ചിട്ട് രണ്ട് ഷേപ്പുകളെയും ഒരുമിച്ച് സെലക്ട് ചെയ്തു. ഓബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. വേണമെങ്കിൽ ഈ രൂപത്തിന് ചെറിയൊരു ബ്ലർ എമൗണ്ട് കൊടുക്കാവുന്നതാണ്. ബ്ലർ എമൗണ്ട് ആകർഷകമായ രീതിയിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെറിയ രീതിയിലുള്ള ബ്ലർ എമൗണ്ട് കൊടുക്കാം. നമുക്ക് ചെയ്തു നോക്കാം. ഇതുപോലുള്ള എഫക്റ്റ് കിട്ടും. ബ്ലർ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അക്ഷരങ്ങൾ മങ്ങിപ്പോകും. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലർ എമൗണ്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. ബ്ലർ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഇവിടെ കാണുന്ന ബ്ലർ എന്നതിന് താഴെയുള്ള ഈ നോബിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതിനെ ബാനറിനോട് ചേർത്ത് വെച്ച് നോക്കാം. വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തതായി ഇവിടെ കാണുന്നത് പോലെ ഒരു കുടുംബശ്രീ സംരംഭം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ആദ്യമായി ടൈപ്പിംഗ് ലാംഗ്വേജ് മാറ്റേണ്ടതുണ്ട്. അതിന് രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തേത് ഇവിടെ കാണുന്ന പാനലിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റിയിട്ട് മലയാളം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലാംഗ്വേജ് മലയാളമായി മാറി. ഇനി ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ വഴി കമ്പ്യൂട്ടറിലെ കീബോർഡിൽ സൂപ്പർ കീയും ടാബ് കീയും അമർത്തിയിട്ട് ഭാഷ മാറ്റാൻ കഴിയും. ഇവിടെ മൗസ് പോയിന്റർ ചലിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് സൂപ്പർ കീ. ആദ്യം സൂപ്പർ കീ അമർത്തുക, പിന്നീട് ടാബ് കീ അമർത്തുക. അങ്ങനെയും ലാംഗ്വേജ് മാറ്റാൻ കഴിയും. ഇനി വീണ്ടും ഇങ്ക്സ്കേപ്പിലേക്ക് വരാം. ഇവിടെ മലയാളത്തിൽ ഒരു കുടുംബശ്രീ സംരംഭം എന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുവാനായി ആദ്യം ഒരു ബോർഡർ നിർമ്മിക്കുന്നു. പാനലിൽ ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് മലയാളമാക്കുന്നു. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഒരു കുടുംബശ്രീ സംരംഭം എന്ന് ടൈപ്പ് ചെയ്യുന്നു. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം വലിപ്പം ക്രമീകരിക്കുന്നു. ഇതിലെ അക്ഷരങ്ങൾ അടുത്തു പോയിട്ടുണ്ട്. അത് മാറ്റണമെങ്കിൽ പ്രോപ്പർട്ടി ബാറിൽ സ്പേസിംഗ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് എന്നുള്ളത് എമൗണ്ട് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി സെലക്ഷൻ ടൂള് എടുത്തതിന് ശേഷം ആവശ്യമായ വലിപ്പത്തിലേക്ക് ഇതിനെ മാറ്റുന്നു. നിറങ്ങൾ മാറ്റണമെങ്കിൽ അതും ഇവിടെ ചെയ്യാവുന്നതാണ്. ലൈറ്റ് ആയിട്ടുള്ള നിറം കൊടുക്കണമെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള നിറം കൊടുക്കാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിന് ഡാർക്ക് നിറം കൊടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിനെ ഡാർക്ക് നിറമാക്കാം. അതിനുശേഷം ഇതിനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വലിച്ചു വയ്ക്കുക. നിറം യോജിക്കുന്നില്ലെങ്കിൽ അനുയോജ്യമായ നിറം സെലക്ട് ചെയ്യുക.
ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ നിന്നും ഇതിന്റെ കടുപ്പം വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി സെലക്ഷൻ ടൂൾ തിരഞ്ഞെടുക്കുന്നു. രണ്ട് രൂപങ്ങളെയും ചേർത്ത് ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. ഓബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിനെ അനുയോജ്യമായ വലിപ്പമാക്കിയതിനു ശേഷം ബാനറിലേക്ക് കൊണ്ടുചെല്ലുക. ഏറ്റവും യോജിച്ച സ്ഥലത്ത് കൊണ്ടുചെന്ന് വെക്കുക. ഇപ്പോൾ നമ്മളുടെ ബാനർ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്ന ഓപ്ഷൻ എടുക്കാം. ഒരു വട്ടം സേവ് ചെയ്തതാണെങ്കിൽ സേവ് ആസ് ഓപ്ഷൻ എടുക്കാം. സേവ് ആസ് എടുക്കുന്നു. സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ക്സ്കേപ്പ് സേവ് ചെയ്യപ്പെടുന്നത് SVG ഫോർമാറ്റിലാണ്. സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.